പരിമിതികളേറെയുണ്ടെങ്കിലും പാട്ടിലും നൃത്തത്തിലും പ്രസംഗത്തിലുമെല്ലാം തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഭിന്നശേഷിക്കാർക്ക് അവസരമൊരുക്കി ഒപ്പം ഭിന്നശേഷി കലോത്സവം കിഴങ്ങൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ചാണ് ഏറ്റുമാനൂർ BRCയുടെ നേതൃത്വത്തിൽ ഉപജില്ലാ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കിയാണ് യുവജനോത്സവങ്ങളോടനുബന്ധിച്ച് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിക്കുന്നത്. ശാരീരിക പരിമിതികളെ മറികടന്ന് പാട്ടും നൃത്തവും പ്രസംഗവുമെല്ലാം ഭിന്നശേഷിക്കാർക്ക് അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുന്നുവെന്ന പ്രത്യേകതയാണുള്ളത്. കിഴങ്ങൂരിൽ ഏറ്റുമാനൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ഒപ്പം 2024 ഭിന്നശേഷി കലോത്സവവും നടന്നു. ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 26 കുട്ടികളാണ് പങ്കെടുത്തത്. മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി സ്നേഹത്തിൻ നിറവും നീട്ടി അമ്മ ആമരണികൾക്കു തിരുനാൾ. ആദ്യമായി വേദിയിൽ കയറുന്നതിൻ്റെ പതർച്ച ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലും മികച്ച പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. റോസാപ്പൂവുമായി എത്തിയ ജവഹർലാൽ നെഹ്റുവും മോഹൻലാലിൻ്റെ ആക്ഷനുമെല്ലാം കയ്യടി നേടി. പങ്കെടുത്ത എല്ലാ കുട്ടികളെയും സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചു. ഏറ്റുമാനൂർ BRCയാണ് കലോത്സവത്തിന് നേതൃത്വം നൽകിയത്. ഭിന്നശേഷി കലോത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ നിർവഹിച്ചു. സമൂഹത്തിൽ അങ്ങനെ ചില കുടുംബങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട കുട്ടികൾ ദൈവം കരിഞ്ഞ് നൽകിയതെന്ന് വിചാരിക്കാം. അതൊക്കെ ഒരു കുറവായിട്ട് കാണാൻ പറ്റി. PTA പ്രസിഡന്റ് അശോക് കുമാർ പൂതമന അധ്യക്ഷനായിരുന്നു. ഏറ്റുമാനൂർ AEO ശ്രീജ P. ഗോപാൽ, NSS ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു P, കിഴങ്ങൂർ NSS ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജുകുമാർ R, ഏറ്റുമാനൂർ BRC BPC ബിജുമോൻ KS, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പാർവതി S തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാർ വിഷൻ ന്യൂസ്, കിഴങ്ങൂർ.